بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അലാ ഇഹ്സാനി വശുക്റു ലഹു അലാ തൗഫീഖിഹി വംതിനാനി വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തഅളീമൻ ലിശാനി വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അദ്ദാഇ ഇലാ റിദ്വാനി. അമ്മാ ബഅദ്. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. إن هذه أمتكم أمة واحدة وأنا ربكم فاعبدون. أنا സഹോദരന്മാരെ, സദസ്യരെ, ശ്രോതാക്കളെ, അർശിൻ്റെ ഉടമയായ ഖാലിഖായ, റാസിഖായ, ജബ്ബാറായ, ഖഹാറായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിനെ അവൻ്റെ കഴിവ് കൽപ്പ മനസ്സിലാക്കി അവനെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് അവൻ്റെ കൽപ്പന ജീവിതത്തിൽ പകർത്താൻ സദാ പാടുപെടുക. അള്ളാഹു നമുക്ക് അവർക്കും തൗഫീഖ് നൽകട്ടെ. അള്ളാഹു കൽപ്പിച്ച കൽപ്പനകളെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പകർത്താൻ വേണ്ടി ശ്രദ്ധ ചെലുത്തുക. അള്ളാഹു അതിന് സഹായിക്കട്ടെ. ശബ്ദം കേൾക്കുന്നവരിൽ പുണ്യഭൂമിയിൽ താമസിക്കുന്നവർ പ്രത്യേകിച്ച് ആ ഭൂമിയുടെ ബഹുമതിയെ പരിഗണിച്ച് താമസിക്കുവാനും ശ്രദ്ധ ചെലുത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഇന്നേക്ക് വേണ്ടി സെലക്ട് ചെയ്തതായ സബ്ജക്റ്റ് ഇസ്ലാമിലെ ഐക്യം അല്ലെങ്കിൽ ഐക്യം ഇസ്ലാമിൽ എന്നതാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യന്മാർ പല പല കാരണത്താലാണ് ഇവിടെ സഹകരിക്കലും സഹവസിക്കലും സമ്മേളിക്കലും ഐക്യമുണ്ടാക്കലും എല്ലാം സംഭവിക്കാറുള്ളത്. ചിലപ്പോൾ അവരവരുടെ കബീലയ്ക്ക് വേണ്ടിയായിരിക്കാം, തറവാട്ടിന് വേണ്ടി ഒരു തറവാട്ട് ഐക്യം, അല്ലെങ്കിൽ ബിസിനസ് ഐക്യം, വ്യാപാരത്തിന് വേണ്ടിയുള്ള ഐക്യം, രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള ഐക്യം, പാർട്ട്ണർമാരുടെ ഇടയിലുള്ളതായ ഐക്യം, അതിനു വേണ്ടിയുള്ള ഒരുമിച്ച് കൂടൽ, അല്ലെങ്കിൽ വിജ്ഞാനത്തിന് വേണ്ടിയും അധ്യാപകന്മാർക്ക് ഒരു ഐക്യം, വിദ്യാർത്ഥികൾക്ക് ഒരു ഐക്യം, അങ്ങനെ പല പല രൂപത്തിലാണ് ഇവിടെ സംഘടിക്കാറുള്ളതും സമ്മേളിക്കാറുള്ളതും സഹായ സഹകരണങ്ങൾ നടത്താറുള്ളതും. ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ഐക്യം. ഇങ്ങനെ പല രൂപത്തിലാണ് നാം ഇജ്തിമാ എന്ന പദപ്രയോഗം അറബി ഭാഷയിൽ നടത്താറുള്ള. മലയാളത്തിൽ ഐക്യം എന്ന പേരിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായ ഒരുമിച്ച് കൂടൽ സംഭവിക്കാറുള്ളത്. പക്ഷെ നമ്മുടെ വിഷയം അതൊന്നുമല്ല. അതിലൊന്നും നമുക്ക് ഇസ്ലാം കൽപ്പിക്കുന്ന കൽപ്പനകൾക്ക് വിപരീതമല്ലാത്ത രൂപത്തിലാണ് അതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ നമുക്കതിൽ എതിർപ്പുമില്ല. ഇസ്ലാം വരഞ്ഞതായ ലൈനിൽ നിന്നിട്ട് മാറുമ്പോൾ മാത്രം തിരുത്തണം. യഥാർത്ഥ പാന്താവിലേക്ക്, യഥാർത്ഥ റൂട്ടിലേക്ക്, യഥാർത്ഥ രീതിയിലേക്ക് അവരെ തെളിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. പക്ഷേ അവരുടെ എല്ലാ രൂപത്തിലുള്ള നാം ഇപ്പോൾ പറഞ്ഞതും പറയാത്തതുമായ ഐക്യങ്ങൾക്കൊന്നും ഒരുമിച്ച് കൂടലിനൊന്നും നമുക്ക് എതിർപ്പില്ല, ഇസ്ലാമിനും എതിർപ്പില്ല. പക്ഷെ നമ്മുടെ വിഷയം ആ ഐക്യത്തെക്കുറിച്ചല്ല. നാം മുസ്ലിങ്ങളായിരിക്കവേ നമ്മളോട് അള്ളാഹു കൽപ്പിച്ച ഒരു പ്രത്യേക ഐക്യമുണ്ട്. ആ ഐക്യത്തിൽ കൂടി മാത്രമാണ് നമുക്ക് ഇഹത്തിലും പരത്തിലും വിജയം നേടിയെടുക്കാൻ സാധിക്കുക. ആ ഐക്യം ഏതാണ് എന്നതാണ് നാം
ചർച്ച ചെയ്യേണ്ടതും ചർച്ച ചെയ്യുന്നതും. അത് യഥാർത്ഥത്തിൽ മറ്റുള്ള സമ്മേളനങ്ങൾ, മറ്റുള്ള സഹകരണങ്ങൾ, സഹായങ്ങൾ പോലെയുള്ളതല്ല. അതൊക്കെ ഒരു പക്ഷേ സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും, സംഭവിച്ചില്ലെങ്കിൽ അപകടമില്ലാതിരിക്കുവാനും, സംഭവിച്ചാൽ നേട്ടമില്ലാതിരിക്കുവാനും, നേട്ടമുണ്ടാവാനും എല്ലാം സാധ്യതയുണ്ട്. അത് നമ്മുടെ വിഷയമല്ല. ഇസ്ലാം സാർവലൗകിക പ്രസ്ഥാനവും പരിപൂർണമായ അള്ളാഹുവിൻ്റെ ഒരു വിധിയും നിയമവും ശരീഅത്തുമായത് കാരണത്താൽ മനുഷ്യരാശിയുടെ നന്മക്ക് അനിവാര്യമായ എന്തെല്ലാം ഇവിടെ നടക്കുന്നുണ്ടോ അതെല്ലാം ഇസ്ലാം അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇസ്ലാം കൽപ്പിച്ചതായ ഒരു പ്രത്യേക ഐക്യമുണ്ട്. അതാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്പസമയത്തിലൂടെ. നമുക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ളതായ അള്ളാഹുവിൻ്റെ കൽപ്പന, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു. അള്ളാഹുവിൻ്റെ ഹബിലിൻ്റെ ബേക്കിൽ, കയറിൻ്റെ ബേക്കിൽ നിങ്ങൾ മുറുകെ പിടിച്ച് ഏകീകരിക്കുക, ഐക്യത്തോടു കൂടി മുന്നോട്ട് കുതിക്കുക. ഇഅ്തിസാം, വളരെ കടുകട്ടിയുള്ള പിടുത്തത്തിനാണ് ഇഅ്തിസാം എന്ന് പറയുക, സാധാരണ പിടുത്തമല്ല. ആ പിടുത്തം വിടാൻ പറ്റാത്ത പിടുത്തമാണ്. വിട്ടാൽ പോയി. വിടൽ എപ്പോഴാണ്? ഭിന്നിപ്പുണ്ടാകുമ്പോഴാണ്. അപ്പോൾ യോജിപ്പോടുകൂടി, ഐക്യത്തോടുകൂടി മുസ്ലിങ്ങൾ ഒരു പ്രത്യേക ലക്ഷ്യത്തെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഐക്യമുണ്ടാക്കേണ്ടത്. എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഐക്യം അത് ഇസ്ലാം അനുവദിച്ച രൂപത്തിലാണെങ്കിൽ വിരോധമില്ല. അതല്ല അള്ളാഹു ഉദ്ദേശിക്കുന്ന ഇഅ്തിസാം. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മതൻ വാഹിദ വഅന റബ്ബുക്കും ഫഅ്ബുദൂൻ. മറ്റൊരായത്തിൽ വഅന റബ്ബുക്കും ഫത്തഖൂൻ. ഇത് മനുഷ്യ സമൂഹമാസകലം ഒരു ഉമ്മത്താണ്. ഒരു ഉമ്മത്തായിട്ടാണ് ഇവിടെ ജീവിക്കാൻ വേണ്ടി അള്ളാഹിൻ്റെ തീരുമാനം. അതുകൊണ്ടാണ് നമ്മുടെ മനുഷ്യരാശിയുടെ തലവനായിട്ട്, ആദ്യ പിതാവായിട്ട് സൃഷ്ടിച്ചത് ആരെയാണ്? ഒരു മനുഷ്യനെ തന്നെയാണ്. അവരിൽ നിന്നിട്ടാണ് ഇവിടെയുള്ള മനുഷ്യന്മാരെല്ലാം ഉടലെടുത്തത്. അവരെല്ലാം ഒരു ഉമ്മത്തായിട്ടാണ് ജീവിക്കാൻ അള്ളാഹുവിൻ്റെ തീരുമാനം. ആ തീരുമാനം അനുസരിച്ചിട്ടാണ് ആദം മുതൽ 1000ഓളം വർഷങ്ങൾ ഇവിടെ ജനങ്ങൾ ഒറ്റൊരു ഉമ്മത്തായിട്ടാണ് ജീവിച്ചത്. എങ്ങനെയാണത്? അവരെ സൃഷ്ടിച്ച റബ്ബിനെ മാത്രം ആരാധിച്ചുകൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധികളും വിലക്കുകളും എല്ലാം ഇറക്കിയും കൊണ്ട് ദൂതന്മാരെ നിർണയിക്കാൻ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിലൂടെ ആരംഭിച്ചപ്പോഴാണ് ഫഖ്തലഫു, അവിടെ ഭിന്നിപ്പുണ്ടായത്. അതുവരെ ഭിന്നിപ്പുണ്ടായിരുന്നില്ല. ഏകീകരിച്ച് മുന്നോട്ട് കുതിക്കുകയായിരുന്നു. എന്തിൽ? ആദർശത്തിൽ മാത്രം. അത് പിഴച്ചവർ ഏത് വിഷയത്തിൽ? ആദർശത്തിലല്ലാത്ത കാര്യങ്ങളിലെല്ലാം പഴച്ചവർ ഏത് കാലഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ആദം അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലും അതിന് ശേഷവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സമൂഹമായി, ഒരു ഉമ്മത്തായി ആദർശത്തിൽ ഒരു ഇലാഹിനെ, ഒരു അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അള്ളാഹ് പറഞ്ഞ അത്വസിമു ബിഹബ്ലില്ല, അള്ളാഹുവിൻ്റെ ഹബലിനെ മുറുകെ പിടിക്കുക എന്ന കൽപ്പന അനുസരിച്ച് ജീവിച്ച ഒരു സമൂഹമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ 1000ഓളം വർഷങ്ങൾ ഉണ്ടായത്. അതിനുശേഷം ഭിന്നിപ്പുണ്ടായതപ്പോഴാണ് അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന കൽപ്പന അള്ളാഹു സുബ്ഹാനഹു വ തആല പുറപ്പെടുവിച്ച ശേഷം ആദം അലൈഹി സ്വലാമും അവരുടെ സമൂഹവും അവർക്ക് ശേഷം വന്ന നബിമാരും അവരുടെ സമൂഹവും അങ്ങനെ കുതിച്ചുകൊണ്ടേയിരുന്നു. ആ സന്ദർഭത്തിലാണ് അവരുടെ കാലഘട്ടങ്ങളിൽ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടം വന്നപ്പോൾ നമുക്കറിയാവുന്നതുപോലെ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കലും, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കലും അറുക്കലും, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലും അത് ഖബറാളികളിലൂടെയാണ് ആരംഭിച്ചത് എന്ന് സൂറത്ത് നൂഹിലൂടെ നാം പഠിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിവരിച്ചതുമാണ്. അവിടെ മുതൽ ഭിന്നിപ്പ് ആരംഭിച്ചു. ഫഖ്തലഫു എന്ന് ഖുർആനിൽ തന്നെ കാണാം. അവരൊന്നിച്ചു പോവുകയായിരുന്നു. അപ്പോൾ ശിർക്ക് ചെയ്ത സന്ദർഭത്തിൽ നബിമാർ വന്നിട്ട് അത് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഭിന്നിച്ചു. അവിടെ മുതലാണ് ഭിന്നിപ്പുണ്ടായത്. എന്നാൽ ഇവിടെ ഈ ഇഅ്തിസാം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഹബില് കൊണ്ട് പിടിച്ച് മുന്നോട്ട് കുതിക്കുക എന്ന ആ തത്വത്തിൻ്റെ ഘടക വിരുദ്ധമായി ജീവിക്കാൻ ജനങ്ങൾ ആരംഭിച്ചു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്ത് മുഹമ്മദിനോട് ഖുർആനിലൂടെ സംസാരിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശൈലി എന്താണ്? വലാ തകൂനൂ കല്ലദീന തഫറഖു വഖ്തലഫു. നിങ്ങൾക്ക് മുമ്പ് വിട്ട് കടന്നുപോയതായ സമൂഹങ്ങളും ഉമ്മമുകളും ഉമ്മത്തുകളും ഭിന്നിച്ചതുപോലെ നിങ്ങൾ ഭിന്നിക്കാൻ പാടുള്ളതല്ല. കാരണം ജൂതന്മാരും അതുപോലെ ക്രിസ്ത്യാനികളും അവരെല്ലാം നമുക്കറിയാവുന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, 71 വിഭാഗമായി ഭിന്നിച്ചു ജൂതന്മാർ, 72 വിഭാഗമായിട്ട് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ നസാറാക്കൾ ഭിന്നിച്ചു.
അങ്ങനെ രണ്ട് വിഭാഗവും ഭിന്നിക്കുകയും നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ 73 ഭിന്നിക്കും, പക്ഷേ ആ ഭിന്നിപ്പ് കാരണത്താൽ ഉള്ളതായ അപകടം അവർക്ക് ഏൽക്കേണ്ടി വരും. ആർക്കൊഴിച്ച്? ഒരു വിഭാഗത്തിനൊഴിച്ച്. ആരാണത്? മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബാക്കളും ജീവിച്ചതായ ജീവിതം ജീവിക്കുന്ന വിഭാഗം ഒഴിച്ച്. അല്ലാത്തവരെല്ലാം ആ ഭിന്നിപ്പ് കൊണ്ടുള്ളതായ പ്രയാസം ദുനിയാവിലും ഭിന്നിപ്പ് കാരണത്താലുള്ള ശിക്ഷ പരലോകത്തിലും അനുഭവിക്കേണ്ടി വരും. അവരവരുടെ ഭിന്നിപ്പിൻ്റെ തോതനുസരിച്ച്, ഭിന്നിപ്പിൻ്റെ ശൈലി അനുസരിച്ച്, ഭിന്നിപ്പിൻ്റെ രൂപമനുസരിച്ച്. അപ്പോൾ നമുക്കിവിടെ ഐക്യം എന്നത് ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഐക്യമായിരിക്കണം എന്നതാണ് പറഞ്ഞു വന്നത്. എന്തെങ്കിലും ഐക്യമായാൽ ഒരു പ്രയോജനവുമില്ല. ഈ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ പല കാലഘട്ടങ്ങളിലായിട്ട് പല രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സമ്മേളനങ്ങളൊക്കെ മദീനത്ത് നടന്നതായിട്ട് എൻ്റെ ഈ നീണ്ട 50 വർഷം അരനൂറ്റാണ്ടിലുള്ളതായ ജീവിതത്തിലൂടെ ഓർക്കുന്നുണ്ട്. ആ സമ്മേളനങ്ങളിൽ ഒരു സമ്മേളനത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പല നേതാക്കൾ ഒരുമിച്ച് കൂടിയപ്പോൾ പതിവ് പോലെ ഇവിടെ പലരും ഒരുമിച്ച് കൂടുമ്പോൾ മദീനയായതുകൊണ്ട് മുസ്ലിങ്ങളല്ലേ ഒരുമിച്ച് കൂടുകയുള്ളൂ, അവരൊക്കെ ഇവനെ ക്ഷണിക്കാറുമുണ്ട്. അങ്ങനെ ഇവനെ ക്ഷണിക്കപ്പെട്ടു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഇവിടെ എൻ്റെ സദസ്സിലൊക്കെ സാധാരണ നൂറുകണക്കിൽ ആൾക്കാർ സമ്മേളിക്കുന്ന സമ്മേളനങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു മദീനയിലുള്ളതായ എൻ്റെ ക്ലാസ്സുകളിൽ. എൻ്റെ ക്ലാസ്സുകളിലൊക്കെ കാണാത്ത മുഖങ്ങളെ 500ഓളം പേരെ ഒരേ സന്ദർഭത്തിൽ കാണാനും സാധിച്ചു. അത് യഥാർത്ഥത്തിൽ ഇന്ന് അതിനുശേഷം വന്നതായ കാലഘട്ടത്തെ അപേക്ഷിച്ചിട്ട് വളരെ വലിയ സമൂഹം ആണ്, അല്ലെങ്കിൽ ഒരുമിച്ച് കൂടലാണ്. അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. അപ്പോൾ അവിടെ ഉള്ളതായ ആ രാഷ്ട്രീയ നേതാക്കളൊക്കെ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, അവരുടെ തലവനും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അങ്ങനെയുള്ള സദസ്സിൽ വെച്ചിട്ട് ഈ സാധു പറയുകയുണ്ടായി, നിങ്ങളുടെ ഒരുമിച്ച് കൂടൽ വളരെ നല്ലതാണ്, അതിലെനിക്ക് എതിർപ്പൊന്നുമില്ല, മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരുമിച്ച് കൂടലൊക്കെ ഉണ്ടാവൽ നല്ലതാണ്. പക്ഷെ അള്ളാഹു പറഞ്ഞതായ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നാം പാടുപെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയത്തിൻ്റെ ഒരു ഭാഗം അവിടെ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ ഒരു നേതാവ് മറ്റൊരു നേതാവിനോട് പറയുകയുണ്ടായി, അഷ്റഫ് മൗലവി നമ്മെ തട്ടീന്നോ മുട്ടീന്നോ എന്തോ പറഞ്ഞു, എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. ഏതായാലും ഞാൻ യഥാർത്ഥത്തിൽ അവരെ തട്ടിയതോ മുട്ടിയതോ അല്ല, യഥാർത്ഥം പറഞ്ഞതാണ്. കാരണം നമുക്ക് ഈ രൂപത്തിലുള്ളതായ സമ്മേളനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇസ്ലാം വിരോധിക്കാത്ത രൂപത്തിലാണെങ്കിൽ എതിർപ്പില്ല. പക്ഷേ ഇസ്ലാം ഉദ്ദേശിക്കുന്നതായ ആ യോജിപ്പ് അതെന്താണ്? ബിഹബിലില്ല, അള്ളാഹുവിൻ്റെ ഹബലിൻ്റെ ബാക്കിൽ കൂടണം. എന്തിനാണത്? അള്ളാഹു നമ്മെ ക്ഷണിക്കുന്നത് നമ്മുടെ തറവാട്ടിലേക്കാണ്. നാം ഇവിടെ ഒരുമിച്ച് കൂടുന്നതായ ഭൗതിക ഒരുമിച്ച് കൂടൽ അത് നാം തറവാട്ടിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരുമിച്ച് കൂടലല്ല. ഒരുപക്ഷെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടലായിരിക്കും, രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടലായിരിക്കും, ബിസിനസ്സിന് വേണ്ടിയും വ്യാപാരത്തിന് വേണ്ടിയും ഒരുമിച്ച് കൂടലായിരിക്കും, പല ഭൗതിക ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ ഇസ്ലാം വിരോധിച്ച ഭാഗങ്ങളില്ലെങ്കിൽ വിരോധമില്ല. പക്ഷേ അള്ളാഹു ഉദ്ദേശിക്കുന്ന നമ്മുടെ ഇന്നത്തെ വിഷയം ഏതാണത്? അള്ളാഹുവിൻ്റെ ഹബില് പിടിച്ച് മുന്നോട്ട് കുതിക്കണം. അള്ളാഹുവിൻ്റെ ഹബില് പിടിച്ച് മുന്നോട്ട് കുതിക്കുമ്പോഴോ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതായ ആ ഖുർആനിലൂടെ, ഇറക്കിയതായ നബിമാരിലൂടെ, ഇറക്കിയതായ ഗ്രന്ഥങ്ങളിലൂടെ ഇവിടെ വിശദീകരിക്കപ്പെട്ടതായ ആദർശത്തിൻ്റെ പിന്നിൽ അത് മുറുകെ പിടിച്ചുകൊണ്ട് അത് പതരാത്ത പാദത്തോടെ ചിതറാത്ത ചിത്തത്തോടെ ലോകത്താരെയും ആരും എന്തും പറഞ്ഞാലും എന്തും പേടിപ്പിച്ചാലും ഭയപ്പെടാതെ അത് റസൂലുള്ളാഹി പറഞ്ഞതുപോലെ നിന്നെ കഷ്ടമായി ചിഹ്നമായി നിന്നെ വധിക്കപ്പെട്ടാൽ, നീ നാമാവശേഷമാക്കപ്പെട്ടാൽ പോലും അതിനെ നീ വിട്ടുകളയരുത്. എന്തിനെ? ആ വയറിനെ, ആ കയറിനെ, ആ അള്ളാഹുവിൻ്റെ ബേക്കിൽ അണിനിരക്കാൻ വേണ്ടി അള്ളാഹ് കൽപ്പിച്ചതായ തൗഹീദിനെ, ഏകദൈവ വിശ്വാസത്തെ അത് നീ പിടിവിടാൻ പാടുള്ളതല്ല. ആ രൂപത്തിലുള്ളതായ ഐക്യമാണ് അള്ളാഹ് ഉദ്ദേശിക്കുന്നതായ ഐക്യം. ആ ഐക്യത്തിന് വേണ്ടിയാകുമ്പോഴോ ആദർശത്തിൽ നാം ഇവിടെ ഒരു ജനക്കൂട്ടം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അതിന് മെമ്പർഷിപ്പിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ ഒരു പാർട്ടി പൂജയോ സംഘടന പൂജയോ അതൊന്നുമല്ല അവിടെ വേണ്ടത്. മറിച്ച് ജനങ്ങളെല്ലാം, മുസ്ലിങ്ങളെല്ലാം ഒരുമിച്ച് കൂടി പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിലുള്ളതായ
ആ ഇസ്ലാമിക ആദർശത്തിൽ നിന്നിട്ട് വ്യതിയാനം ഉണ്ടാവാൻ പാടുള്ളതല്ല. ആ വ്യതിയാനം ഇല്ലാത്ത രൂപത്തിൽ ഒരു പക്ഷേ കേരളത്തിലുള്ളതായ പ്രവർത്തകന്മാരുടെ അതേ പേരല്ലായിരിക്കും മദ്രാസിലുള്ളവർക്കുള്ള പേര്, അല്ലെങ്കിൽ മൈസൂരിലുള്ളവരുടെ പേര്, കർണാടകത്തിലുള്ളവരുടെ പേര്, വ്യത്യാസമുണ്ടായിരിക്കും. പേരല്ല ഇവിടെ പ്രശ്നം എന്താണ്? ഓരോരുത്തരും ഉൾക്കൊള്ളുന്ന ആദർശം, ആ ആദർശത്തിൽ ഒരുമിച്ച് കൂടുക, അതിൽ ഭിന്നിക്കാതിരിക്കുക, അതിൽ ഗവേഷണ വിധേയമായ വിഷയങ്ങളിൽ വല്ല ചർച്ചകൾ വരികയാണെങ്കിൽ ആ ചർച്ചകൾ പണ്ഡിതന്മാർക്ക് നാം മുമ്പുള്ള ക്ലാസ്സുകളിൽ പഠിച്ചതുപോലെ അള്ളാഹുവിനോ റസൂലിനോ അല്ലെങ്കിൽ റസൂല് ഇല്ലാത്ത കാലഘട്ടത്തിൽ ഗവേഷണ വിധേയമായ വിഷയമാകുമ്പോൾ പണ്ഡിതന്മാരിലേക്ക് വിട്ടുകൊടുക്കുക എന്നല്ലാതെ അതിൻ്റെ പേരിൽ നാം ഉപഗ്രൂപ്പീസ് ഉണ്ടാക്കിയിട്ട് നാം ഭിന്നിച്ച് ജീവിക്കുക എന്നത് ശരിയല്ല എന്നർത്ഥം. നാം ഐക്യത്തോടു കൂടി മുന്നോട്ട് കുതിക്കാൻ വേണ്ടി പാടുപെടണം. എന്തേ? ഐക്യം അത് നമ്മെ ശക്തിപ്പെടുത്തുന്നു, ഐക്യം മുസ്ലിങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ആ ശക്തിപ്പെടുത്തുന്ന സന്ദർഭത്തിൽ അവർക്ക് ഇഹലോകത്തിലും അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങും, പരലോകത്തിലും അള്ളാഹുവിൻ്റെ സഹായം അഥവാ സ്വർഗ്ഗലോകത്തിലേക്ക് എത്താൻ അത് നമുക്ക് സഹായകമായി മാറുകയും ചെയ്യും. ഇതൊക്കെ ഖുർആൻ സ്ഥിരീകരിച്ച യാഥാർത്ഥ്യങ്ങളുടെ ഒരു ചെറിയ രൂപം മാത്രം പറഞ്ഞതേ ഉള്ളൂ. സൂറത്ത് ശൂറ നിങ്ങൾക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ള ആയത്താണ്. ശറഅ ലകും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസ അൻ അഖീമുദ്ദീന വലാ തതഫറഖൂ ഫീഹി. അല്ലാഹുവിൻ്റെ ദീൻ പണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിമിനോട് കൽപ്പിച്ച, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് കൽപ്പിച്ച, മൂസ അലൈഹിസ്സലാമിനോട് കൽപ്പിച്ച, ഈസ അലൈഹിസ്സലാമിനോട് കൽപ്പിച്ച പ്രധാനപ്പെട്ടവരുടെ പേര് പറയുന്നതിൻ്റെ അർത്ഥം മറ്റുള്ളവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നല്ല. ആ മഹാനേതാക്കളോടൊക്കെ കൽപ്പിക്കപ്പെട്ട ആ കൽപ്പന നിങ്ങളിലേക്ക് ഇറങ്ങിയതായ ഈ ദീനിനെ നിങ്ങൾ സ്ഥിരീകരിക്കുക, സ്ഥാപിക്കുക, നടപ്പാക്കുക, അള്ളാഹു ഏകനാണെന്നുള്ള പ്രഖ്യാപനം പ്രഖ്യാപിക്കുക, അത് ലോകവ്യാപകമാക്കുക. ആ അള്ളാഹു ഏകനാണെന്ന കൽപ്പനയുടെ ബേക്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരായിട്ട് നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെടുന്നവരുടെ ബേക്കിലാണ് നടക്കുക. നിങ്ങൾക്ക് ഗ്രന്ഥം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഗ്രന്ഥത്തിൻ്റെ ബേക്കിലാണ് നടക്കുക. അതൊക്കെ പണ്ടേ കൽപ്പിക്കപ്പെട്ടതായിരുന്നു. അവിടെയൊന്നും ഏത് കാലഘട്ടത്തിലും എന്ത് സംഭവിക്കാൻ പാടില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. നിങ്ങളോട് പറഞ്ഞതുപോലെ വലാ തതഫറഖൂ ഫീഹി, നിങ്ങൾ ഈ അള്ളാഹു ഇറക്കിയതായ ദീനിൽ ഭിന്നിക്കാൻ പാടില്ല. പണ്ടേ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. സഹോദരന്മാരെ, സഹോദരികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യമോദി ആയത്തിന് പുറമെ മറ്റു നബിമാരോടെല്ലാം കൽപ്പിച്ചതായ അള്ളാഹുവിൻ്റെ ലക്ഷ്യമാണ് ഈ മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല എന്ന തത്വം എല്ലാ നബിമാരോടും കൽപ്പിച്ചതാണ് എന്ന ആ കൽപ്പനയുടെ വിശദാംശമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നു. ഇന്നല്ലാഹ യർളാ ലക്കും സലാസ, അള്ളാഹു നിങ്ങൾക്ക് 3 കാര്യം ഇഷ്ടപ്പെട്ട് തന്നിരിക്കുകയാണ്. ഒന്നാമത്തത് അൻ തഅബുദുല്ലാഹ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ, അവന് മാത്രമേ നേർച്ചയാക്കാവൂ, അറക്കാവൂ, അവനെ മാത്രമേ ഭയപ്പെടാവൂ, പേടിക്കാവൂ, അവനെ മാത്രമേ ആരാധനയാകുന്ന ഇഷ്ടപ്പെടാവൂ. അപ്രകാരം തന്നെ അവനിലേക്ക് മാത്രമേ പ്രശ്നങ്ങൾ ബരമേൽപ്പിക്കാവൂ. അവൻ്റെ കൽപ്പന അനുസരിച്ചിട്ടല്ലാതെ ഇവിടെ സ്നേഹമില്ല, ഭയമില്ല, പേടിയില്ല, ഒന്നുമില്ല. യഥാർത്ഥ ഭയം അത് അള്ളാഹുവിനെ മാത്രം, യഥാർത്ഥ സ്നേഹം അത് അള്ളാഹുവിനോട് മാത്രം. അതെന്താണ് സാധാരണ സ്നേഹവും യഥാർത്ഥ സ്നേഹവുമായുള്ള വ്യത്യാസം? സാധാരണ സ്നേഹം ആ മനുഷ്യനെ സ്നേഹത്തിലൂടെ ആരാധനയിലേക്ക് തെളിക്കുന്നതല്ല. അഥവാ അവൻ സ്നേഹിക്കുന്ന നബിയിനെ, വലിയിനെ, മലക്കിനെ, ജിന്നിനെ ആരെയും അവൻ ആരാധിക്കുന്നതല്ല, വിളിച്ച് പ്രാർത്ഥിക്കുന്നതല്ല. യഥാർത്ഥ സ്നേഹം സ്നേഹിക്കുന്നത് അള്ളാഹുവിനെ മാത്രമാണ്. എന്തിലൂടെയാണ് വേർതിരിക്കപ്പെടുക? ആ അള്ളാഹുവിനെ ആ യഥാർത്ഥ സ്നേഹത്തിലൂടെ ആരാധിക്കുന്നു, കീഴ്വണങ്ങുന്നു, അവൻ്റെ കൽപ്പന അനുസരിക്കുന്നു, അവന് വേണ്ടി ഇവിടെ എല്ലാം അർപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് അള്ളാഹു ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ടതായ ഭാഗം. ഷിട്ടികൾക്ക് ഉമ്മത്ത് മുഹമ്മദിനോട് റസൂലുള്ളാഹി കൽപ്പിക്കുന്നു, മറ്റു നബിമാരോടെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരവർക്ക് ഇറങ്ങിയതായ ഗ്രന്ഥങ്ങളിൽ കൽപ്പിക്കപ്പെട്ടതുപോലെ നമുക്കല്ല ഇഷ്ടപ്പെട്ടത് അല്ലാ തഅബുദൂ ഇല്ലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത്. രണ്ടാമത്തത് വലാ തുശ്രികൂ ബിഹി ഷൈആ, അള്ളാഹുവിൻ്റെ കൂടെ ഷിട്ടികളെ, വസ്തുക്കളെ, വ്യക്തികളെ, ശക്തികളെ എന്തിനെയും എപ്പോഴും ആരെയും അള്ളാഹിനോട് പങ്കുചേർക്കാൻ പാടുള്ളതല്ല, തുല്യപ്പെടുത്താൻ പാടുള്ളതല്ല, കൂറുകൂട്ടാൻ പാടുള്ളതല്ല, ശിർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. അത് രണ്ടാമത്തെ കൽപ്പനയാണ്. മൂന്നാമത്തത് എന്താണ്?
ഖുർആനിൽ കേട്ടതായ ഖുർആനിൻ്റെ പദം അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ ഉപയോഗിക്കുന്നു. ഹദീസായിട്ട് അള്ളാഹുവിൻ്റെ ഹബലിനെ നിങ്ങൾ എല്ലാവരും ഒന്നിച്ചിട്ട് മുറുകെ പിടിക്കുക, ഭിന്നിക്കരുത്, ഉപഗ്രൂപ്പീസ് ഉണ്ടാക്കരുത്, എല്ലാവരും ഒന്നിച്ചായിരിക്കണം അള്ളാഹുവിൻ്റെ ഹബലിനെ പിടിക്കേണ്ടത്. അപ്പോൾ നാം ഭിന്നിക്കാതിരിക്കാനുള്ളതായ ആ മഹാകൽപ്പനകൾ ഖുർആനിൽ വന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയും നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു. റസൂൽ പറയുന്നു, അലൈക്കും ബിൽ ജമാഅ വഇയ്യാകും വൽ ഫുർഖ ഫഇന്ന ശൈത്താന മഅൽ വാഹിദ് വഹുവ മിനൽ ഇത്നൈനി അബ്അദ്. നിങ്ങൾ സംഘടിച്ച് ജീവിക്കുക, ഭിന്നിക്കാതിരിക്കുക. പിശാച് ഒരാളുടെ കൂടിയായിരിക്കും പലപ്പോഴും പിടികൂടുക. പക്ഷെ ആൾ വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് പിശാച് ദൂരപ്പെട്ടുകൊണ്ടേയിരിക്കും. രണ്ടാളാകുമ്പോൾ പിശാച് ദൂരപ്പെടും, മൂന്നാളാകുമ്പോൾ അതിലും ദൂരപ്പെടും, നാലാളാകുമ്പോൾ അതിലും ദൂരപ്പെടും. അപ്പോൾ നാം കഴിവിൻ്റെ പരമാവധി ഭിന്നിക്കാതിരിക്കുക, പിശാചിൽ നിന്നിട്ട് ദൂരപ്പെടാൻ വേണ്ടി. മൻ അറാദ ബുഹ്ബൂഹത്തൽ ജന്ന ഫൽയൽസമിൽ ജമാഅ. ആർക്കെങ്കിലും സ്വർഗലോകം അതിൻ്റെ ആസ്വാദ്യകരമായ ആഡംബരങ്ങൾ ആസ്വദിക്കണമെന്ന് കൊതിയുണ്ടെങ്കിൽ സംഘടിച്ച് ജീവിക്കട്ടെ, ഒരു കൂട്ടായ്മയോടുകൂടി ജീവിക്കട്ടെ, ഒറ്റപ്പെടാതിരിക്കട്ടെ, ഉണ്ടാക്കാതിരിക്കട്ടെ എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇതൊക്കെ സഹീഹ് ഹദീസുകളാണ്. ഈ വിഷയം അഖീദിന്റെ പുസ്തകങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ പഴയ പണ്ഡിതന്മാർ തന്നെ അഖീദയുടെ ഗ്രന്ഥത്തിൽ ഇമാം തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന വാക്കുകൾ കേൾക്കുക. നറൽ ജമാഅത ഹഖ്ഖൻ വസവാബ വൽ ഫിർഖത സൈഗൻ വഅദാബ. നാം സംഘടിച്ച് ഐക്യത്തോടു കൂടി ജീവിക്കുക എന്നത് യാഥാർത്ഥ്യവും സത്യവും ആണ്. ആ രൂപത്തിലാണ് നാം ജീവിക്കേണ്ടത്. അതേ സമയത്ത് അതിൻ്റെ വിപരീതമാകുന്ന ഫുർഖത്ത് സൈഗൻ വഅദാബ, അത് ശിക്ഷയാണ്, അത് രക്ഷയ്ക്ക് വിപരീതമാണ്, അത് വഴിപഴച്ച രൂപമാണ്. ആ രൂപം നാം ഒരിക്കലും അംഗീകരിക്കുന്നതല്ല എന്ന് അഖീദയുടെ വിശ്വാസപരമായ കാര്യങ്ങൾ പറയുന്ന അഹ്ലുസ്സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം പറയുന്ന ഇമാം തഹാവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നതായിട്ട് കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ശൈലിയും ഇവിടെ സ്മരണീയമാണ്. അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ് വലൗ കുൻത വഹദക. യാഥാർത്ഥ്യം ഏതാണ്, അതിനോട് യോജിച്ച് വരുന്നത് അതാണ് ജമാഅ. എന്താണ് മുസ്ലിം ഐക്യം, മുസ്ലിം ജനാവലി, മുസ്ലിം കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? ഹക്കാണ്. അതാണ് ഹബ്ലുല്ലാ, അള്ളാഹുവിൻ്റെ പിടികയറ്. അള്ളാഹുവിൻ്റെ പിടികയറിനെ മുറുകെ പിടിക്കുക, അഥവാ അതിനെ ഒഴിവാക്കാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ എന്ത് വന്നാലും ശരി, ചിഹ്നമായി കഷ്ണമായി നാം വധിക്കപ്പെട്ടാലും ശരി, അള്ളാഹുവിൻ്റെ പിടികയറി വിട്ട് കളിയില്ല, അഥവാ ഭിന്നിപ്പ് പാടില്ല എന്ന അർത്ഥത്തിലേക്ക്. അതുകൊണ്ട് ആരെങ്കിലും ജമാഅത്തോടു കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ അതാണ് ഹക്ക്. ആ ഹക്കിൻ്റെ കൂടെ ആകുമ്പോൾ അവൻ ഒറ്റക്കാണെങ്കിൽ അവൻ ജമാഅത്താണ്. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. എന്ന് പറഞ്ഞാൽ ഒരാൾ ജമാഅത്ത് എന്ന് പറയുമ്പോൾ എന്താ അയാൾ പറയുന്നത് നിങ്ങൾക്ക് തോന്നും. ഇബ്നു മസ്ഊദ് പറഞ്ഞ ശൈലി വളരെ ശരിയാണ്. ഇന്ന് നമുക്ക് പലപ്പോഴും ചില നാട്ടിൽ നിന്ന് വിളിച്ച് പറയും, മൗലവി ഇവിടെ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരുമില്ല, ഞാനെന്താ കാട്ടേണ്ടത്? നിങ്ങൾക്കൊക്കെ സംഭവിക്കാറില്ലേ? അങ്ങനെയുള്ള ചോദ്യം വരാറില്ലേ? ഞങ്ങളുടെ പരിസരത്തിൽ എവിടെയും അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന തത്വം പറയുന്നവർ തന്നെ ഇല്ല. എല്ലാവരും അള്ളാഹുവിനെയും മൊയ്തീൻ ശൈഖിനെയും അള്ളാഹുവിനെയും റിഫായ് ശൈഖിനെയും അള്ളാഹുവിനും ബദരീങ്ങളെയും അള്ളാഹുവിനെയും വഹദീങ്ങളെയും അങ്ങനെ അള്ളാഹുവിനെയും അള്ളാഹിൻ്റെ കൂടെ മറ്റുള്ളവരെയും. എത്രത്തോളം ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ അർത്ഥം തന്നെ ഇപ്പോൾ അങ്ങനെയാ ആ വിഭാഗം വെക്കാറുള്ളത്. അള്ളാഹു ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥനം തേടുന്നു എന്ന് പറഞ്ഞാൽ ആ സഹായാർത്ഥനം യഥാർത്ഥ സഹായാർത്ഥനം ആവേണമെങ്കിൽ മഹാത്മാക്കളെ ഉൾക്കൊള്ളിക്കണം. അപ്പോഴാണ് യഥാർത്ഥ സഹായാർത്ഥനമാവുക. അപ്പോൾ ആ രൂപത്തിൽ അർത്ഥം വെക്കുന്നവർ വരേക്കും ഇന്നത്തെ യുഗത്തിൽ ഉടലെടുത്തിരിക്കുകയാണ്. ഈ ശൈലിയിലുള്ളതായ അർത്ഥമോ അല്ലെങ്കിൽ തഫ്സീറോ നാം ഈ കഴിഞ്ഞ നൂറ്റാണ്ട് വരേക്കും ലോകത്തിൽ കേട്ടിട്ടേ ഇല്ല. കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ആയത്തിൻ്റെ അർത്ഥമായിട്ടല്ല, പക്ഷേ വ്യതിയാനം ആദർശത്തിലുണ്ടായവരായ ഷിയാക്കളിലൂടെ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെയാണ് കേട്ടത്. അലിയെ വിളിച്ച് പ്രാർത്ഥിക്കുക, ഹുസൈനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ഹസനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ഫാത്തിമനെ വിളിച്ച് പ്രാർത്ഥിക്കുക, റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ, അവരെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന തത്വം ഉണ്ടായത് അവരിൽ നിന്നിട്ട് ഉടലെടുത്തതാണ്.
നാം പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ 25 കൊല്ലം മുമ്പൊക്കെ കേരളത്തിൽ നിന്നിട്ട് വരുന്നവരോട് ഈ സാധു ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഷിയായിസമുണ്ട്, ഷിയാക്കളില്ലെങ്കിലും. ഇപ്പോൾ അവിടുന്ന് നേരെ മാറി പറയേണ്ടി വന്നിരിക്കുകയാണ്, നമ്മുടെ നാട്ടിൽ ഷിയാക്കളുണ്ട്, ഷിയായിസവും ഉണ്ട് എന്ന് പറയേണ്ടി വന്നിരിക്കുകയാണെന്ന് തോന്നുകയാണ്. അത്രയും ദയനീയമാം വിധം ആദർശപരമായ കാര്യങ്ങളിൽ വ്യതിയാനമുണ്ടായിട്ടാണ് ഇപ്പോൾ പല പല കേസറ്റുകളിലും പ്രകാരം തന്നെ വാദപ്രതിവാദങ്ങളിലൊക്കെ കേൾക്കാൻ സാധിക്കുന്നത്. അള്ളാഹു സത്യത്തെ സത്യം പോലെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് സത്യത്തെ സത്യം പോലെ ജനങ്ങളിൽ പ്രഖ്യാപിച്ച് പ്രബോധനം ചെയ്ത് ജീവിക്കാനുള്ളതായ തൻ്റെ ഇടവും കെൽപ്പും കഴിവും ഈമാനിക ആവേശവും മുസ്ലിം പ്രബോധകന്മാർക്കും പണ്ഡിതന്മാർക്കും നമുക്കും അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പോൾ നീ ഒറ്റക്കാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ നീ ഒറ്റക്കായിരിക്കും, നിനക്ക് അവിടെ നിസ്കരിക്കാൻ പറ്റുന്ന, നിന്നെ പിന്തുടരാൻ പറ്റുന്ന, നിനക്ക് പിന്തുടരാൻ പറ്റുന്ന, അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കുന്ന അറക്കുന്ന യഥാർത്ഥ മുവഹിദില്ലെങ്കിൽ നീ അവിടെ നീ തന്നെയാണ് ജമാഅത്ത്. നിനക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടുന്ന കാലഘട്ടം വരെ നിനക്ക് അവിടെ ജമാഅത്തായിട്ട് ജീവിച്ച ജീവിതം, ജമാഅത്തായിട്ട് നമസ്കരിച്ച നിസ്കാരം, ജമാഅത്തായിട്ട് ചെയ്ത എല്ലാം ജമാഅത്തിന്റെ കൂലി നിനക്ക് അവിടെ കിട്ടുമെന്ന അർത്ഥത്തിലേക്ക് അങ്ങനെയുള്ളതായ ചുറ്റുപാടും അന്തരീക്ഷവും ചിലപ്പോൾ ഉണ്ടായേക്കാം ലോകത്തിൽ. അർഫജ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നിട്ട് മർഫൂആയി റിപ്പോർട്ട് ചെയ്യുന്നു, മൻ അതാകും വഅംറുകും ജമീഅ എന്ന് പറഞ്ഞാൽ മുജ്മഅ, നിങ്ങളിലേക്ക് ഒരു മനുഷ്യൻ വരികയാണ്, നിങ്ങളാണെങ്കിൽ സംഘടിച്ച് ഇസ്ലാമിക തൗഹീദിന്റെ ബേക്കിൽ അണിനിറന്നുകൊണ്ടുള്ള കൂട്ടായ്മയിൽ കൂടി മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പിന്തുടർന്നതായ ഒരു മനുഷ്യനുണ്ട് താനും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഇമാമുണ്ട്, നിങ്ങൾക്കൊരു നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിൻ്റെ പിന്നിൽ നിങ്ങൾ മുന്നോട്ട് കുതിക്കുന്ന ഒരു മുസ്ലിം സമൂഹമോ മുസ്ലിം രാഷ്ട്രമോ ഉള്ള സന്ദർഭത്തിൽ നിങ്ങളുടെ ഇടയിൽ യശുക്ക അസാക്കും, നിങ്ങളെ ഭിന്നിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ വരികയാണെങ്കിൽ അങ്ങനെ വരുന്ന വ്യക്തിയെ എന്ത് വേണം? മുസ്ലിം രാഷ്ട്രമാണ് അവിടെ ഉള്ളതെങ്കിൽ ആ മുസ്ലിം രാഷ്ട്രത്തിൻ്റെ തലവൻ അദ്ദേഹത്തെ പിടിച്ച് വധിച്ച് കളയണമെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മഹാപകടമാണ് ഭിന്നിപ്പുണ്ടാക്കുക എന്നത്. അത് ഇസ്ലാം അത്രയും വെറുത്ത കാര്യമാണ്. അത് അങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ഐക്യത്തോടുകൂടി മുന്നോട്ട് കുതിക്കുന്ന, തൗഹീദിൽ അടിയറച്ചു നിന്നുകൊണ്ട് ഹബലുല്ലാന്റെ ബേക്കിൽ അണിനിരന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നതായ ഒരു രാഷ്ട്രത്തിനെ തകർത്താൻ, ആ രാഷ്ട്രത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഒരാൾ പരിശ്രമിക്കുകയാണെങ്കിൽ ആ മുസ്ലിം രാഷ്ട്രം അവന് നൽകേണ്ട വിധി എന്താണ്? ശിക്ഷ എന്താണ്? അവരെ പിടിച്ച് വധിച്ചു കളയണം. അത് മുൾച്ചെടിയാണ്. ആ മുൾച്ചെടിയെ വേറിൽ നിന്നിട്ട് തന്നെ എന്ത് വേണം? അരിഞ്ഞു കളയണം, മുറിച്ചു കളയണം എന്നതാണ്, മറ്റുള്ളവർ രക്ഷപ്പെടാൻ വേണ്ടി. അതുകൊണ്ടായിരിക്കും ഷെയ്ഖുൽ ഇസ്ലാം അഹ്മദ് ബിൻ അബ്ദുൽ ഹലീം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിട്ട് വായിക്കാൻ സാധിച്ചു, ലാ തുഖാലിഫ് ഇല്ലാ അൻ യകൂന അംറൻ ബയ്യിനൻ മിൻ അംരില്ലാഹി വ അംരി റസൂലിഹി, അല്ലാഹുവിൻ്റെയോ അല്ലാഹു റസൂലിൻ്റെയോ കൽപ്പനക്ക് വിപരീതമായ എന്തെങ്കിലും കൊണ്ടുവന്നാലല്ലാതെ, വ്യക്തമായ പ്രകടമായ എന്തെങ്കിലും വിഷയമുണ്ടായാലല്ലാതെ ഐക്യത്തോടു കൂടി ജീവിക്കുന്നതായ ഒരു സമൂഹത്തിനോട് നീ ഭിന്നിക്കാൻ, അവരോട് എതിർക്കാൻ, അവരെ ഭിന്നിപ്പിക്കാൻ നീ നിൽക്കരുത്. അഥവാ നിൽക്കുകയോ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ തന്നെ ഗവേഷണ വിധേയമായ വിഷയത്തെ അതിനർഹപ്പെട്ടവരിലേക്ക് വിട്ടുകൊടുക്കുക, അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചോട്ടെ എന്നല്ലാതെ നീ അതിൻ്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, ഉപഗ്രൂപ്പ് ഉണ്ടാക്കാൻ, അങ്ങനെ ഉപഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും, നിങ്ങൾ പരാജയപ്പെടും, നിങ്ങളുടെ കാറ്റ് പോകും എന്ന് അള്ളാഹു പറഞ്ഞതായ ആ അപകടത്തിൽപ്പെടും. വലാ തനാസഉ, നിങ്ങൾ ഭിന്നിക്കരുത്. ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും, സൂറത്തുൽ അൻഫാലിലാണ് അള്ളാഹു പറയുന്ന ശരി. ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും ഫീ ശൈഇ, നിങ്ങളുടെ ദീനിനെ ഛിന്ന ഭിന്നമാക്കുന്ന വിഭാഗം എപ്പോഴും ആദർശത്തിൽ ഉള്ളതായ ആ വ്യതിയാനമാണ് ഛിന്ന ഭിന്നമുണ്ടാക്കുക. പണ്ടും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. ആദർശ വ്യതിയാനം വരുമ്പോഴാണ് അങ്ങുമിങ്ങും അറുപ്പും വെറുപ്പും വരിക എന്നല്ലാതെ ഗവേഷണ വിധേയമായ വിഷയത്തിൽ അബൂ ഹനീഫക്കുള്ള അഭിപ്രായമല്ലായിരുന്നു ഷാഫി ഇമാമിന്, അതല്ലായിരുന്നു അഹ്മദ് ബിൻ ഹംബലിന്, അതല്ലായിരുന്നു മാലിക് ഇമാമിന്. അതുകൊണ്ട് അവരുടെ ഇടയിൽ ഒരു ഭിന്നിപ്പും ഉണ്ടായിട്ടില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇവർ രണ്ടുപേരും അങ്ങുമിങ്ങും ചർച്ച ചെയ്ത വിഷയത്തിൽ ഒരു ഇമാമിൻ്റെ ഗവേഷണത്തിൽ വാജിബായ ഒരു കാര്യം മറ്റൊരു ഇമാമിൻ്റെ ഗവേഷണത്തിൽ വാജിബല്ലെങ്കിൽ ആ രണ്ട് ഇമാമുകൾക്ക് പരസ്പരം എന്ത് ചെയ്യാം? നമസ്കരിക്കാം. ബേക്കിൽ ഖുനൂത്ത് ഓതാത്തവർക്ക് ഖുനൂത്ത് ഓതുന്നവരുടെ ബേക്കിൽ, ഖുനൂത്ത് ഓതുന്നവർക്ക് ഖുനൂത്ത് ഓതാത്തവരുടെ ബേക്കിൽ എന്നർത്ഥം. ഇങ്ങനെയുള്ള വാക്കുകളെ ആസ്പദമാക്കിയിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഈ രൂപത്തിൽ ഫത്വ നൽകിയിട്ടുണ്ട് താനും.
മനസ്സിലായില്ലേ? അപ്പോൾ അതേ സമയത്ത് അത്തരം കാര്യങ്ങൾ ഇമാമുകളുടെ സ്വന്തം അഭിപ്രായം നമുക്ക് അവർ അറിയിച്ചു തന്നിട്ടുണ്ട്. 4 പേരുടെയും വാക്കുകൾ എന്ത്? ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി. ഏതെങ്കിലും ഒരു ഹദീസ് സഹിയായി വന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് എൻ്റെ മദ്ഹബി എന്ന് ഒരു ശൈലിയിൽ അല്ലെങ്കിൽ മറ്റൊരു ശൈലിയിൽ ഓരോ ഇമാമുകളും പറഞ്ഞു പോയിട്ടുള്ളത് കൊണ്ട് തന്നെ അവരുടെ മദ്ഹബിലുള്ളതായ ഖുനൂത്ത് പോലത്തെ ഏത് ചർച്ചയ്ക്ക് വിധേയമായി വരുന്ന വിഷയങ്ങൾ അതിൽ ഏറ്റവും സഹിയായ ഭാഗം ഏതാണെന്ന് പഠിപ്പിച്ചു തരാൻ കഴിവ് കൽപ്പുള്ളതായ പണ്ഡിതന്മാർ മുമ്പിൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ വാക്ക് നാം ഖുർആനിനെയും സുന്നത്തിനെയും ആസ്പദമാക്കിയിട്ടാണ് പറയുന്നത് എന്ന് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതിൻ്റെ ബേക്കിൽ നമുക്ക് അണിനിരക്കാം. എന്നാലും ഇമാമുകൾ പറഞ്ഞതുപോലെ, ഇമാം മാലിക്കും ഇമാം ഷാഫിയും പറഞ്ഞതുപോലെ വാജിബ് ഉപേക്ഷിച്ചാൽ വാജിബ് ഗവേഷണ വിധേയമായ വിഷയത്തിൽ ഉപേക്ഷിക്കുന്നവരുടെ ബേക്കിൽ നമസ്കരിക്കുന്നത് കൊണ്ട് തെറ്റില്ല. അത് നാം എന്തിനാണ് തെറ്റില്ല എന്ന് പറയുന്നത്? ഭിന്നിപ്പില്ലാതിരിക്കാൻ വേണ്ടി തന്നെ, മനസ്സിലായില്ലേ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഹജ്ജ് ചെയ്തപ്പോൾ ഉസ്മാൻ അഫ്ഫാന്റെ ബേക്കിൽ ഹജ്ജ് ചെയ്തത് റളിയല്ലാഹു തആല. ഉസ്മാൻ അന്ന് ഖലീഫയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മക്കയിലും മിനയിലും അർഫയിലൊന്നും ജമാക്കിയില്ല, ജമ്മും ഖസ്റുമാക്കിയില്ല. ജമാക്കേണ്ട സ്ഥലത്ത് ജമാക്കിയില്ല, ഖസ്റാക്കേണ്ട സ്ഥലത്ത് ഖസ്റാക്കിയില്ല. അപ്പോൾ മഹാനായ ഇബ്നു മസ്ഊദ് അവിടെ എന്ത് ചെയ്തില്ല? ഖലീഫയോട് മാറുകാട്ടിയില്ല. ഇബ്നു ഇൽമ അനുസരിച്ചിട്ട് ഇബ്നു അറിയാം അവിടെ ചെയ്യേണ്ടത് ഖസ്റാക്കലായിരുന്നു മിനയില്, അതുപോലെ തന്നെ മുസ്ദലിഫയിലും അറഫയിലും ജംആക്കലായിരുന്നു. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എന്തുകൊണ്ടാണ് ഖസ്റാക്കാത്തത്? ചില റിപ്പോർട്ടുകളിൽ കാണുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു ഭാര്യ മക്കയിൽ ഉണ്ടായിരുന്നു. അത് കാരണത്താൽ അദ്ദേഹം മക്കക്കാരനായിട്ട് ഗണിക്കപ്പെട്ടതുകൊണ്ട്, മുസാഫിർ അല്ലാത്തതുകൊണ്ട്. ഏതായാലും ഇരിക്കട്ടെ, ഇവിടെ പ്രശ്നം എന്താണ്? ഗവേഷണ വിധേയമായ വിഷയമാകുമ്പോൾ പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടി മാറുകാട്ടിയില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മാറുകാട്ടിയില്ല. ആരോട്? ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് മാറുകാട്ടാത്തത് ഖിലാഫിനെ ഭയപ്പെട്ടുകൊണ്ടാണ്. അവിടെ പ്രയാസമുണ്ടാകും മാറുകാട്ടുമ്പോൾ. ഇത് അത്രയും പ്രാധാന്യം നൽകി ലോകത്തിന് പാഠം പഠിപ്പിക്കുകയാണ് നമ്മുടെ നേതാക്കളിൽ നിന്നിട്ട് തന്നെ ഉണ്ടാകുന്നതായ പാളിച്ചകളെ അവിടെ പ്രയാസമുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചർച്ചയ്ക്ക് വിധേയമായ വിഷയമാകുമ്പോൾ അവിടെ മിണ്ടാതിരുന്നുകൊണ്ട് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് വെച്ചു എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്തേ ഏറ്റവും വലിയ വിപത്തും ഏറ്റവും വലിയ അപകടവും അത് ഭിന്നിക്കലാണ്. അപ്പോൾ ഭിന്നിപ്പിന് അറുതി വരുത്താൻ വേണ്ടി പലയിടങ്ങളിലും പല കാര്യങ്ങളിൽ കണ്ണിമ്പേണ്ടി വരും, കാണാ രൂപത്തിൽ നാം ജീവിക്കേണ്ടി വരും എന്നർത്ഥം. കാണാത്ത രൂപത്തിൽ അവിടെ അത് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നാം അനുവദിച്ചു കൊടുക്കേണ്ടി വരും എന്നർത്ഥം. അപ്പോൾ അത്രയും അപകടമാണ് എന്ത് ഭിന്നിപ്പ്. അതുകൊണ്ട് ഈ ഭിന്നിപ്പിന് അറുതി വരുത്താൻ വേണ്ടി ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കർശനമായ ഭാഷയിൽ ഇറക്കാൻ പാടില്ല എന്ന് ഉമ്മത്ത് മുഹമ്മദിനോട് പറഞ്ഞതാണ്. നാം ഇറക്കാൻ പാടില്ല. പണപ്പിരിവുണ്ടല്ലോ, ചെറിയ കാര്യം വന്നാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു? ഗൾഫിലേക്ക് പോകുന്നു. ഗൾഫിലേക്ക് പോകാൻ തന്നെ വേണം 40,000 ഉറുപ്പിക. എന്നാലും പ്രശ്നമില്ല, അവിടെ പോയിട്ട് പിരിവുണ്ടാക്കിയാൽ അത് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനിച്ചുകൊണ്ട് പിരിവുണ്ടാക്കാൻ പോകുന്നു. അത് സ്വന്തം കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്വന്തം കാര്യത്തിന് വേണ്ടിയുള്ള പിരിവ് അത് യഥാർത്ഥത്തിൽ ഇറക്കലാണ്. സ്വന്തം തനാ ഉള്ളത് കൊണ്ട് സമാധാനിച്ച് ഉള്ള വീട്ടിൽ ജീവിച്ച് ഉള്ള ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് മുഅ്മിനിന്റെ സ്വഭാവം. അതിന് വിപരീതമായി ആക്കുന്ന രൂപം വരൽ എപ്പോഴാണ്? പന്നി മാംസം തൂന്നേണ്ടി വന്ന ഗതികളിലേക്ക് വരുമ്പോൾ മാത്രമല്ലാതെ മറ്റുള്ളവരിലേക്ക് ജീവിക്കാൻ മാർഗമില്ല. കുട്ടികൾ പട്ടിണിയിലാണ്. അങ്ങനെയാകുമ്പോൾ കൈനീട്ടാം, ചോദിക്കാം മറ്റുള്ളവരോട്. അങ്ങനെയുള്ള നിർബന്ധിത അവസ്ഥയിൽ കാട്ടേണ്ട ഒന്നാണ് ഈ മറ്റുള്ളവരിലേക്ക് കൈനീട്ടുക എന്നതായ സ്വഭാവം. അത് അനുവദിക്കപ്പെട്ടു. എന്തിൻ്റെ പേരിൽ? ഭിന്നിപ്പുണ്ടായാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് മുഹമ്മദിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ 2 വ്യക്തികളുടെ ഇടയിലോ ഭിന്നിപ്പുണ്ടായി കഴിഞ്ഞാൽ ആ ഭിന്നിപ്പിന് അറുതി വരുത്താൻ അവിടെ സാമ്പത്തിക ശേഷിയില്ല, അവിടെ ധാരാളം കാശ് ചെലവാക്കേണ്ടി വരുന്നു. എന്നാൽ അവർക്ക് വേണ്ടി പിരിവുണ്ടാക്കിയിട്ട് ആ ഭിന്നിപ്പിന് അറുതി വരുത്തുന്നത് അനുവദനീയമാണ് എന്ന് ഹദീസിലൂടെ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ച ശൈലി പലപ്പോഴും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അതും ഇവിടെ സ്മരണീയമാണ്. അപ്രകാരം തന്നെ ഇസ്ലാം വിരോധിച്ച കളവ് വരെ പാടില്ലല്ലോ. കളവ് വരെ എന്ത് ചെയ്യാം? ആ കളവ് ഉപയോഗപ്പെടുത്താം 2-3 സ്ഥലങ്ങളിൽ. ഒന്ന് യുദ്ധത്തിന് വേണ്ടി കളവ് ഉപയോഗപ്പെടുത്താം. മറ്റൊന്ന് മുസ്ലിങ്ങൾ തമ്മിൽ ഭിന്നിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭിന്നിച്ചവരെ പരസ്പരം സുൽഹാക്കാൻ. 2 വ്യക്തിയാണെങ്കിൽ 2 സമൂഹമാണ്, 2 സമൂഹം, അവരെ അങ്ങും ഇങ്ങും അടുപ്പിക്കാൻ വേണ്ടി അവിടെ കളവ് പറയേണ്ടി വരുമെന്ന് കണ്ടാൽ കളവ് പറഞ്ഞുകൊണ്ട്
എന്ത് ചെയ്യാം, അവരടുപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. അഥവാ ഒരു വ്യക്തി മറ്റു വ്യക്തിയോട് ചൊടിച്ചിരിക്കുകയാണ്, ഓരോ വ്യക്തിയോടും അങ്ങുമിങ്ങും പോയിട്ട് അദ്ദേഹം നിങ്ങളെ നന്നായിട്ട് നിങ്ങളെക്കുറിച്ച് പല നല്ല കാര്യങ്ങൾ പറയുന്നതായിട്ടാണ് കേട്ടത്, നിങ്ങളോട് വെറുപ്പും അറുപ്പൊന്നും അദ്ദേഹത്തിനില്ല എന്ന് അദ്ദേഹത്തോട് പറയുക, അതുപോലെ ഇദ്ദേഹത്തോടും പറയുക. അങ്ങനെ രണ്ട് ഹൃദയങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതുപോലെ രണ്ട് സമൂഹത്തെ അടുപ്പിക്കാൻ വേണ്ടി യുക്തിയുക്തം പരിശ്രമിക്കാം. അവിടെ കളവ് പറയാം എന്ന്, യുദ്ധത്തിൽ കളവ് അനുവദനീയമായതുപോലെ അൽ ഹർബു ഖുദ്അ എന്നാണ്. ആ യുദ്ധം അത് ഖുദ്അയാണ്. ഖുദ്അ എന്ന് പറഞ്ഞാൽ അത് എത്ര കണ്ട് ട്രിക്ക് ഉപയോഗപ്പെടുത്തി അത്ര കണ്ട് അതിൽ വിജയിക്കാൻ സാധിക്കുമെന്ന അർത്ഥത്തിലേക്കാണ്. അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയുടെ ഇടയിൽ എന്തെങ്കിലും അപകടമുണ്ടായി അവസാനം അത് ഭിന്നിച്ചു പോകാൻ സാധ്യതയുള്ള രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള അപകട മേഖലയിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും അവിടെ പരസ്പരം പ്രീതിപ്പെടുത്താൻ വേണ്ടി തൽക്കാലം എന്ത് ചെയ്യാം, കളവ് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം എന്ന് ഈ 3 രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ രൂപമാണ്, നാം പലപ്പോഴും പറഞ്ഞ ഭാഗമാണ്. എന്ന് മാത്രമല്ല, യുദ്ധം വരെ ചെയ്യാൻ വേണ്ടി ഇസ്ലാം അനുവദിച്ചു. സുബ്ഹാനല്ലാഹ്. യുദ്ധം മുസ്ലിങ്ങൾ അങ്ങുമിങ്ങും ഭിന്നിച്ച് ജീവിക്കുന്ന സന്ദർഭത്തിൽ ആ ഭിന്നിപ്പിന് അറുതി വരുത്താൻ യുദ്ധം വേണ്ടി വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു വിശുദ്ധ ഫുർഖാനിൽ അളീമിലൂടെ വഇൻ ത്വായിഫതാനി മിനൽ മുഅ്മിനീന ഖതതലൂ ഫഅസ്ലിഹൂ ബൈനഹുമാ فإن بغت إحداهما على الأخرى فقاتلوا التي تبغي حتى تفيء إلى أمر الله فإن فاءت فأصلحوا بينهما بالعدل وأقسطوا إن الله يحب المقسطين. രണ്ട് മുസ്ലിം സമൂഹം അങ്ങുമിങ്ങും വക്കാണമുണ്ടായി അവസാനം പോരാട്ടത്തിലേക്ക് എത്തി. അപ്പോൾ അവരെ നിങ്ങൾ സുൽഹാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഫൈൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റ, ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയോട് ആക്രമിക്കാൻ അവര് നീതി അംഗീകരിക്കുന്നില്ല, സത്യം അംഗീകരിക്കുന്നില്ല ഒരു പാർട്ടി. അങ്ങനെയാണെങ്കിൽ ആ സത്യം അംഗീകരിക്കാത്തതായ സമൂഹത്തോട് നിങ്ങൾ പോരാടുക. മുസ്ലിം രാഷ്ട്രത്തോട് കൽപ്പിക്കുകയാണ്, മുസ്ലിം നേതൃത്വത്തോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ അവരോട് പോരാടുക. ഫൈൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റ ഫഖാതിലുൽ ലതി തബ്ഗി, ഈ ആക്രമിക്കുന്നതായ പാർട്ടിയോട് നിങ്ങൾ പോരാടുക. ഹത്താ തഫിഅ ഇലാ അംരില്ലാ, അല്ലാഹുവിന്റെ കൽപ്പനയിലേക്ക് അവർ മടങ്ങുന്നത് വരേക്കും. അങ്ങനെ അവർ മടങ്ങിക്കഴിഞ്ഞാൽ അവരെ സത്യത്തിൽ നീതിയിലൂടെ അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് അവരെ മടക്കാൻ വേണ്ടി നിങ്ങൾ പാടുപെടുകയും പരിശ്രമിക്കുകയും സുൽഹാക്കാൻ വേണ്ടി പാടുപെടുകയും ചെയ്യുക. അത്രത്തോളം ഭിന്നിപ്പിന് അറുതി വരുത്താൻ വേണ്ടി പോരാട്ടം വേണ്ടി വന്നാൽ പോരാട്ടം വരെ ചെയ്യണമെന്ന് ഖുർആന്റെ കൽപ്പനയാണ്. ആ കൽപ്പനയാണ് പണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലഘട്ടത്തിൽ ഉസ്മാനെ കൊല്ലപ്പെടുത്തപ്പെട്ട പ്രശ്നത്തിൽ അലി ഇബ്നു അബി താലിബും മുആവിയയും അലി ഇബ്നു അബി താലിബും ആയിഷയും അങ്ങനെ പലരും ഇവിടെ നടന്നതായ പോരാട്ടങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് അതെന്തായിരുന്നു? ഐക്യത്തിന് വേണ്ടി ഈ ഇതുപോലെയുള്ളതായ ആയത്തുകളെ അവരുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി അവർ ഉപയോഗിച്ചതായ ഗവേഷണ വിധേയമായ വിഷയത്തിലുള്ളതായ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. എന്നല്ലാതെ അവർ ആദർശത്തിൽ വ്യതിയാനം അവരുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഓരോ വ്യക്തിയിലേക്ക് ഓരോ ഗ്രൂപ്പിനെ ചേർത്ത് പറയും പോലെ അന്ന് മുതൽ ഇന്ന് വരെ നാം ഉസ്മാൻ ഗ്രൂപ്പ് എന്നോ അലി ഗ്രൂപ്പ് എന്നോ ആയിഷ ഗ്രൂപ്പ് എന്നോ മുആവിയ ഗ്രൂപ്പ് എന്നോ നാം ഒരു ഗ്രൂപ്പിന്റെ പേര് കേട്ടിട്ടേ ഇല്ല. എന്തുകൊണ്ട്? അവര് ഗ്രൂപ്പീസം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഭിന്നിച്ചത്. അവർ ഭിന്നിച്ചത് മുസ്ലിങ്ങളുടെ ഇടയിലുള്ളതായ അനൈക്യത്തെ തകർത്തിയും കൊണ്ട് ഐക്യത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമം മാത്രമായിരുന്നു എന്നർത്ഥം. ചുരുക്കത്തിൽ ഭിന്നിപ്പിൻ്റെ ബേക്കിൽ പ്രവർത്തിക്കുന്നത് അത് ആദർശ വ്യതിയാനത്തിൽ കൂടിയാണ് എന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതിലേക്ക് വീണ്ടും മടങ്ങി വരികയാണ്. സൂറത്തുൽ അൻആമിൽ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഖുൽ മൻ യുനജ്ജീകും ഫീ ളുലുമാത്തിൽ ബഹരി, ഈ സമുദ്രത്തിലുള്ളതായ ആ അങ്ങേയറ്റത്തെ പ്രയാസപ്പെട്ടതായ ആ ഇരുളിൻ്റെ അകമാണ് സമുദ്രം. അവിടുന്നൊക്കെ നിങ്ങൾ പ്രയാസപ്പെടുന്ന സമയത്ത് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന റബ്ബാര് ആരാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത്? അതുപോലെ തന്നെ നിങ്ങൾക്കുള്ളതായ പ്രയാസങ്ങൾ കഷ്ടതകൾ നിങ്ങൾക്ക് അനുഭവിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളെ ആ കഷ്ടതകളിൽ നിന്നിട്ട് മോചിപ്പിക്കുന്ന റബ്ബ് ആരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂറത്തുൽ അൻആമിൽ കുറേ അള്ളാഹുവിൻ്റെ വിശേഷതകൾ, അള്ളാഹുവിൻ്റെ കഴിവുകൽപ്പുകൾ, അവിടെയെല്ലാം പ്രവർത്തിക്കുന്നത് അള്ളാഹു മാത്രമാണ്, മറ്റാർക്കും അവരുടെ ആരുടെയും കഴിവുകൽപ്പ് അവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനമായി പറയുന്നൊരു ശൈലിയുണ്ട്. ഖുൽ
ഹുവൽ ഖാദിറു അലാ അൻ യബഅസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും ഔ മിൻ തഹ്തി അർജുലിക്കും. നിങ്ങൾ ഈ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന കാര്യം വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ, ഈ കാര്യം നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ, ഇതുവരെ പറഞ്ഞ ആയത്തിലുള്ള അള്ളാഹു മാത്രമാണ് പ്രശ്നം പരിഹരിക്കാൻ, അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾ കൈയാളാൻ, പ്രത്യേകിച്ച് അള്ളാഹു മാത്രം കൈയാളാൻ വേണ്ടി ഏറ്റെടുത്ത കാര്യങ്ങൾ അവിടെ ആരെയും ഇടപെടുത്താൻ പാടുള്ളതല്ല എന്ന തത്വങ്ങളൊക്കെ പറഞ്ഞ് തൗഹീദിന്റെ മജ്ജ പരിചയപ്പെടുത്തിയ ശേഷം നിങ്ങൾ ഇനിമേലിൽ ഇത് നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ലെങ്കിലും, ഇത് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ലെങ്കിലും എന്താണ് സംഭവിക്കുക? ഹുവൽ ഖാദിറു അലാ അൻ യബഅസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും. നിങ്ങൾക്ക് മീതേ നിന്ന് അള്ളാഹു മറ്റുള്ള സമൂഹങ്ങളെ നശിപ്പിച്ചതുപോലെ, നമുക്കിറങ്ങുന്ന ആയത്താണ്, നമുക്കിറങ്ങിയ ഖുർആനാണ്, നമ്മളോട് പറയുകയാണ് എന്ത്? നിങ്ങളെ നശിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. നൂഹ് നബിയുടെ കാലക്കാരെ തുഫാൻ ഇറക്കി നശിപ്പിച്ചതുപോലെ, ലൂത്ത് നബിയുടെ കാലക്കാരെ മീതേ നിന്ന് കല്ലെറിഞ്ഞ് നശിപ്പിച്ചതുപോലെ, അങ്ങനെ മീതേ നിന്ന് എറിഞ്ഞു കൊല്ലാൻ അള്ളാഹ്ക്ക് കഴിവുണ്ട്. അതെല്ലാം, ആ ശക്തിയെല്ലാം ഇപ്പോഴും ആ ആകാശത്തിലുണ്ട്, അള്ളാഹുവിന്റെ അടുക്കലുണ്ട് എന്ന് പറയും പോലെ അതിന് അള്ളാഹു സാധിക്കും. അല്ലെങ്കിലോ ഔ മിൻ തഹ്തി അർജുലിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ താഴെ നിന്ന് ഭൂമിയിൽ നിന്നിട്ട് ഭൂമി കിലുക്കത്തിലൂടെ, ഭൂമി പിളരലിലൂടെ ഖാറൂനിനെ നശിപ്പിച്ചതുപോലെ നിങ്ങളെ നശിപ്പിക്കാനും അള്ളാഹിനെ കൊണ്ട് സാധിക്കും. നിങ്ങളിങ്ങനെ നിങ്ങൾ ഏൽപ്പിച്ച നിങ്ങളുടെ ബാധ്യത നിർവഹിക്കാതെ, തൗഹീദ് പ്രചരിപ്പിക്കാതെ, തൗഹീദ് ഉൾക്കൊള്ളാതെയാണ് ജീവിക്കുന്നതെങ്കിൽ, എന്നിട്ട് നിങ്ങൾ അതിലൂടെ ഭിന്നിപ്പിൽ കൂടിയാണ് മുന്നോട്ട് കുതിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങളെ ഞാൻ നശിപ്പിക്കും മീതെ നിന്ന്, താഴെ നിന്ന്. അള്ളാഹു പറയുന്നു, നിങ്ങളെ ശിക്ഷകൾ ഇറക്കി കൊണ്ട് നശിപ്പിക്കും. ഔ യൽബിസകും ശിയാ, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ നശിപ്പിക്കും, നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി. അപ്പോൾ ഭിന്നിപ്പ് എന്നത് യഥാർത്ഥത്തിൽ ഈ ആദർശം വിട്ട് കളിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയാണ് എന്നർത്ഥം. ഖുർആനാണ് ഔ യൽബിസകും ശിയഅൻ വയുദീഖ ബഅദകും ബഅസ ബഅദ്. എന്നിട്ടോ നിങ്ങൾ പരസ്പരം അങ്ങുമിങ്ങും ആക്ഷേപിക്കുകയും ശകാരിക്കുകയും ചീത്ത പറയുകയും ഗീബത്ത് പറയുകയും നമീമത്ത് പറയുകയും സ്റ്റേജ് കെട്ടുകയും കാഫറാക്കുകയും അങ്ങുമിങ്ങും ചീത്ത പറയുകയും, എന്നിട്ട് നിങ്ങൾ ആദർശത്തിൽ അടിയുറക്കുക എന്ന തത്വം വേണ്ട എന്ന് വെക്കുമ്പോൾ നിങ്ങളെ ഞാൻ ഭിന്നിപ്പിലൂടെ ശിക്ഷിക്കും. അപ്പോൾ ഭിന്നിപ്പൊരു ശിക്ഷയായിട്ടാണ് ഖുർആൻ ഈ സൂറത്തുൽ അൻആമിലുള്ള ആയത്തിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത്. അത്രയും വലിയ അപകടമാണ് ഭിന്നിപ്പ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭിന്നിപ്പ് ഒഴിവാക്കി ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഐക്യത്തിലേക്കാണ് നാം ചെല്ലേണ്ടത്. ആ ഐക്യമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ യഥാർത്ഥത്തിൽ നാം മറ്റു രൂപത്തിലുള്ള ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള, രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരുമിച്ച് കൂടൽ, അതൊക്കെ ഒരുമിച്ച് കൂടിക്കോളീൻ ഇസ്ലാം കൽപ്പിച്ച രൂപത്തിലുള്ള ഒരുമിച്ച് കൂടലാണെങ്കിൽ, ഏകീകരിച്ചോളീൻ ഇസ്ലാം കൽപ്പിച്ച രൂപത്തിലുള്ള ഏകീകരണമാണെങ്കിൽ അതിലൊന്നും ഇസ്ലാം വിരോധിക്കുന്നില്ല. പക്ഷേ ഇവിടെ അള്ളാഹ് ഉദ്ദേശിച്ച ലക്ഷ്യം, അള്ളാഹ് ഉദ്ദേശിച്ച ആ ഒരുമിച്ച് കൂടൽ, അത് ഇതൊന്നും അല്ല. ഇതൊക്കെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷേ അള്ളാഹ് ഉദ്ദേശിക്കുന്നത് ഹബിലില്ലയുടെ ബേക്കിലാണ് നടക്കുക, അള്ളാഹുവിൻ്റെ ആദർശത്തിൻ്റെ ബേക്കിലാണ് നടക്കുക, അള്ളാഹു കൊണ്ടുവന്നതായ ഖുർആനിൻ്റെ ബേക്കിലാണ് നടക്കുക, അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യാലെ നമ്മളിലേക്ക് എത്തിയതായ വിശുദ്ധ ഖുർആനാകുന്ന ലോകാത്ഭുത ഗ്രന്ഥത്തിന്റെ ബേക്കിലാണ് നടക്കുക. ആ യോജിപ്പാണ് നമ്മിൽ നിന്നിട്ട് അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ നമ്മിൽ നിന്നിട്ട് ഇപ്പോൾ, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷത്തിൽ നിന്നിട്ട് നഷ്ടപ്പെട്ടു പോയത്. എത്രത്തോളം നാം എന്ന് നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ വരെ അത് തുറിച്ച് കാണണമെന്നാണ്. നിസ്കാരം ഉണ്ടല്ലോ, ഇമാം ഷാഫി പറയുകയാണ്, നമുക്ക് അത്ഭുതം തോന്നും, ഉമ്മിൽ ഈ രണ്ടാമത്തെ ജമാഅത്ത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അയാൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അപകടമാണ് കേട്ടോ. പണ്ടത്തെ ഭാഷയാണത്, ഇന്നത്തെ ഭാഷയല്ല, പണ്ടത്തെ അറബിയാണ്. മദ്ഹബിന്റെ ഉടമകൾ എന്ന് പറയുന്നവരൊന്ന് ആലോചിക്കണം. ഇമാം ഷാഫി പറയുകയാണ്, ഒരു ജമാഅത്തല്ലാതെ പള്ളിയിൽ പാടില്ല. എന്തേ? അത് ഭിന്നിപ്പാണ്. മുസ്ലിങ്ങൾ ഏകീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ ഉണ്ടായിരിക്കണം, എല്ലാവരും ഒന്നിച്ച് നിസ്കരിക്കണം. ഒറ്റക്കായിട്ട് ഓരോ തൂണിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കുക, അത് ശരിയല്ല. അങ്ങനെ ചെയ്യരുത്. ഇമാം ഷാഫി കർശനമായി വിരോധിച്ചത് അദ്ദേഹത്തിന്റെ മദ്ഹബിൽ കാണാം, അദ്ദേഹത്തിന്റെ വാക്കായിട്ട്. എന്താണ് ഇതിന്റെ കാരണം പറഞ്ഞത്? അത് മുസ്ലിങ്ങളെ ഭിന്നിപ്പിലേക്ക് നയിക്കുന്ന ഭാഗമാണ് എന്നതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മുസ്ലിങ്ങൾ ഐക്യത്തിൽ ജീവിക്കാൻ വേണ്ടി അതിന് അദ്ദേഹം തെളിവ് പറഞ്ഞെന്താണെന്ന് അറിയാമോ? സലഫ് സാലിഹ്യങ്ങളുടെ ജീവിതത്തിൽ ഞാനത് കണ്ടിട്ടില്ല എന്നാണ്. മൂപ്പരുടെ സലഫ് സാലിഹ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 150 ജനിച്ച ആളാണ്. ഇമാം ഷാഫി ജനിച്ചത് ഹിജ്റ 150 അല്ലേ?
204 മരിക്കുന്നത്. 204 മരിക്കുന്നത്. ഇമാം ഷാഫി ജനിച്ചതായ അതേ വർഷത്തിലാണ് ഇമാം അബു ഹനീഫത്തുൽ കൂഫി നുഅ്മാൻ ഇബ്നു സാബിത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെടുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എൻ്റെ മുമ്പിൽ എന്ന് പറയുമ്പോൾ 100 കൊല്ലം മുമ്പ് നടത്താം, കഴിഞ്ഞ നൂറ്റാണ്ടിൽ. അപ്പോൾ സലഫു സാലിഹീങ്ങളുടെ ജീവിതത്തിൽ സഹാബാക്കളോ താബിഈങ്ങളോ രണ്ടാമത്തെ ജമാഅത്ത് നിസ്കരിച്ചതായിട്ട് പരിചയമില്ല. അതേ സഹാബാക്കൾ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ആരോ 2 ആള് നിസ്കരിക്കാനും പള്ളിയിലേക്ക് ജമാഅത്തിന് എത്താതെ കണ്ടപ്പോൾ പോലീസിനോട് രാജാവ് ഓർഡർ കൊടുക്കും പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആ 2 പേരെയും പിടിച്ചു കൊണ്ടുവരപ്പെട്ടു. സഹീലുള്ള സംഭവമാണ്. 2 പേരോട് ചോദിച്ചത്, എന്താ ഞങ്ങളോട് കൂടെ നിസ്കരിക്കാത്തത്? പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ റഹലിൽ നിസ്കരിച്ചു, ഞങ്ങൾ ടെന്റിൽ നിസ്കരിച്ചു എന്ന് പറഞ്ഞു. അല്ല, മുസ്ലിങ്ങൾ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ നമസ്കാരം എവിടെ നടക്കുന്നു അവിടെ നിസ്കരിക്കണം എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചു. നാം എവിടെയുണ്ട് ഇപ്പോൾ? നാം ഇവിടെയുണ്ട് ശേഷികെട്ട ഈമാനിന്റെ ഉടമകളിലൂടെ ലോകവ്യാപകമായ 2-ാം ജമാഅത്ത്, 3-ാം ജമാഅത്ത്, 4-ാം ജമാഅത്ത്, 5-ാം ജമാഅത്ത്, അങ്ങനെ ജമാഅത്തിന്റെ എണ്ണം വർദ്ധിച്ച് വരികയാണ്. അത് ഹലാലാക്കിയവരും ജായിസാക്കിയവരൊക്കെ പിന്നെ കാലഘട്ടത്തിൽ ഉണ്ടായി. വേറെ മാർഗ്ഗമില്ലെങ്കിൽ ഹലാലാക്കാത്ത നിർവാഹമില്ലല്ലോ. ആളെ കിട്ടുന്നില്ല നിസ്കരിക്കാൻ തന്നെ ആളെ കിട്ടുന്നില്ല ഈ വിധിയോടുകൂടി മുന്നോട്ട് നീങ്ങാൻ. അതുകൊണ്ട് ശേഷികെട്ടവരുടെ നിസ്കാരമാണ് നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുന്നത്. 1-ാം ജമാഅത്തിലേക്ക് എത്തുന്നവർ ഇപ്പോൾ തന്നെ നാം കാണാറില്ലേ? മദീന അടക്കമുള്ള നാടുകളിൽ സുബ്ഹാനല്ലാഹ്, എന്ത് സുബഹ് നിസ്കാരത്തിനുള്ള സഫിന്റെ എണ്ണം എത്രയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജുമാ മസ്ജിദുകളിൽ 2-ഓ 3-ഓ സഫായിരിക്കും. സുബഹ് നിസ്കാരത്തിന് എപ്പോഴും ആൾക്കാർ കുറവാണ് ഏത് പള്ളികൾ പരിശോധിച്ചാൽ. അതേസമയത്ത് മറ്റ് ഹറം എന്തേ ലോകത്തിൽ ഏത് സമയത്ത് ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും ആകപ്പാടൊരു മക്കയുള്ളൂ, ആകപ്പാടൊരു മദീനയുള്ളൂ. അതുകൊണ്ട് അവർ സിയാറത്തിനും അല്ലെങ്കിൽ ഹജ്ജിനും ഉംറയ്ക്കും അവിടെ വന്നുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് അവിടെ എപ്പോഴും ലോകത്തിലുള്ളവരെ കാണാം, നിറഞ്ഞു കാണാം. അതല്ല, മറ്റുള്ള പള്ളികൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നോക്കൂ, മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ആ ശൈലി നാം ഇപ്പോൾ കാണുന്നില്ലേ? അങ്ങനെയുള്ള പിന്നോക്കടിക്കുക ഐക്യത്തിലെന്ന് പറയാൻ കാരണം എന്തെന്നറിയോ? നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സഫ് ശരിയാക്കുക. സഫ് ശരിയാക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങളുടെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭിന്നിപ്പുണ്ടാകും. അപ്പോൾ സഫ് ശരിയായി 1-ാമത്തെ ജമാഅത്തിൽ ഒന്നിച്ചിട്ട് മുസ്ലിങ്ങൾ നമസ്കരിക്കാൻ പ്രാക്ടീസ് നേടിക്കൊണ്ടേ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ഇടയിൽ ഭിന്നിപ്പില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നർത്ഥം. അതിന് വിപരീതം വരുന്നത് എപ്പോഴാണ്? നാം ഗ്രൂപ്പീസം ഉണ്ടാക്കേണ്ട ഗതികേട് എപ്പോൾ വരുന്നു? നാം അള്ളാഹു കൽപ്പിച്ച കൽപ്പനകളിൽ വീഴ്ച വരുത്തുന്ന സന്ദർഭത്തിൽ. അത് ആദർശത്തിലുള്ള വീഴ്ചയാകുമ്പോൾ അപകടം വർദ്ധിക്കുന്നു. ആ അപകടം വർദ്ധിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞ ശിക്ഷ ദുനിയാവിൽ തന്നെ ഏൽക്കേണ്ടി വരുന്നത് എന്താണ്? തമ്മിൽ നിങ്ങളെ ശിക്ഷിപ്പിക്കുന്ന രൂപത്തിലുള്ളതായ ആ ശിക്ഷ നിങ്ങളിലേക്ക് ഭിന്നിപ്പിച്ച് നിങ്ങളെ ശിക്ഷിക്കുന്ന രൂപത്തിലുള്ള ശിക്ഷ നിങ്ങളിലേക്ക് ഞാൻ ഇറക്കും, നിങ്ങളിലേക്ക് ഞാൻ അയക്കും എന്നുള്ള പറഞ്ഞ ആ ശിക്ഷയാണ് നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ത് കാരണത്താൽ? ആദർശത്തിലുള്ള വ്യതിയാനവും അള്ളാഹ് നിർത്തിയ സ്ഥലത്ത് നിൽക്കാതിരിക്കുകയും അള്ളാഹുവിൻ്റെ പിടികയറാകുന്ന ആ തൗഹീദിന്റെ ബേക്കിൽ മുസ്ലിം ലോകത്തിലിട്ട് ബഹുഭൂരിപക്ഷം അണിനിരക്കാതിരിക്കൽ കൊണ്ടും വന്നതായ അപകടമാണ്. അവിടുന്ന് മോചിക്കണം, അവിടുന്ന് രക്ഷപ്പെടണം. നമ്മുടെ സമയം അവസാനിച്ചു, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനിയും പറയാൻ കുറേ വിഷയമുണ്ടെങ്കിലും ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്തിക്കളയാം. നമ്മുടെ മറുവശം അഥവാ നമ്മുടെ ആദർശം ഉൾക്കൊള്ളാത്ത വിഭാഗം, ഇതര മതസ്ഥർ തന്നെ പറയാം, അവരും പണ്ട് തന്നെ ഐക്യത്തിന് വേണ്ടി വാദിച്ചവരാണ്. ഖുർആനിൽ പല തെളിവുകളും അതിന് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, ഫറോവയുടെ സമൂഹം മൂസ നബി അലൈഹി ഇസ്ലാമിന് വിപരീതം ഒന്ന് ഐക്യമുണ്ടാവാൻ വേണ്ടിയുള്ള പ്രഖ്യാപനം വന്നു. നിങ്ങൾ ഏകീകരിക്കുക, എന്നിട്ട് അണിയണിയായിട്ട് വരിക മൂസയ്ക്കെതിരിൽ. മനസ്സിലായില്ലേ? ഖുർആൻ പറയാണ്. അപ്പോൾ പണ്ട് തന്നെ അവര് ഇതര മതസ്ഥര് വരേക്കും ഐക്യത്തിലേക്ക് ജനങ്ങളെ വിളിച്ചിരുന്നു. ഐക്യത്തിൽ കൂടി വിജയിക്കാൻ സാധിക്കുമെന്ന തത്വം അവരിൽ ഉണ്ടായിട്ടുണ്ട്. സൂറത്തുൽ സാദിന്റെ തുടക്കത്തിൽ തന്നെ കാണാം. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഏകനാണ്, അവന്റെ കൂടെ ആരെയും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല, വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അവർ പ്രഖ്യാപിച്ചത്? മക്കക്കാര് ഈ മുഹമ്മദ് കൊണ്ടുവന്നതായ തത്വത്തിന് വിപരീതം മക്കക്കാരെ, നിങ്ങളുടെ ദൈവങ്ങളെ സഹായിച്ചുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് കൂടുക, നിങ്ങൾ ഐക്യപ്പെടുക
എന്തിന്? നിങ്ങളുടെ ദൈവങ്ങളുടെ കൂടെ. ആർക്കെതിരിൽ? മുഹമ്മദിനെതിരിൽ. എന്നാലേ രക്ഷയുള്ളൂ. മുഹമ്മദ് പറയുന്നത് ഈ ദൈവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ച ഇസ്മായിലിന്റെ ഇവരുടെ എല്ലാ ബിംബങ്ങളൊക്കെ തകർത്തിയിട്ട് നാം ഒരു ദൈവത്തിനെ, ഒരു അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന തത്വമുണ്ടല്ലോ. വളരെ അത്ഭുത പദമാണ് മുഹമ്മദ് പറഞ്ഞു പോയത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? അവരിൽ നിന്നിട്ടൊരു സമൂഹം ഒരുമിച്ച് കൂടി സമ്മേളിച്ചു. അനിസ്ബിറൂ, നിങ്ങൾ ക്ഷമ കൈകൊണ്ടുകൊണ്ടുവന്ന് നിങ്ങൾ സമ്മേളിക്കണം, ഒരുമിച്ച് കൂടണം മുഹമ്മദിനെതിരിൽ. അപ്പോൾ പണ്ട് തന്നെ അസത്യത്തിൻ്റെ വക്താക്കൾ വരെ സംഘടിക്കാറുണ്ട് അവരുടെ അസത്യത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി. എന്നിരിക്കുമ്പോൾ സത്യത്തിൻ്റെ ഉടമകൾ ഭിന്നിക്കാനോ ഉപഗ്രൂപ്പീസമുണ്ടാക്കാനോ അങ്ങുമിങ്ങും വൈരാഗ്യമുണ്ടാക്കാനോ ഒരിക്കലും അരുത്. അതുകൊണ്ട് അങ്ങനെയുള്ളതായ അപകടത്തിൽ നിന്നിട്ട് മോചിക്കുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിൽ എന്താണ് നാം ഐക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇസ്ലാമിലുള്ള ഐക്യമാണ് ഈ പറഞ്ഞത്, മറ്റു ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഐക്യമല്ല ഇവിടെ നാം സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ നാം സംസാരിച്ചതിനെയെല്ലാം നമ്മിൽ നിന്നിട്ടൊരു സൽക്രമമായി സ്വീകരിക്കട്ടെ. അതിൽ വല്ല വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാഫി ചെയ്തു തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇടയിൽ, മുസ്ലിങ്ങളുടെ ഇടയിൽ ലോകത്തിലാസകലം ഖുർആൻ കൽപ്പിച്ച രൂപത്തിലുള്ള, റസൂലുള്ള ട്രെയിനിങ് നൽകിയ രൂപത്തിലുള്ള ആ ഐക്യത്തോടു കൂടി ജീവിക്കാൻ മുസ്ലിം ലോകത്തിന് ആ സകലം തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റു രൂപത്തിലുള്ളതായ അനൈക്യത്തിന് വേണ്ടി പാടുപെടുന്ന വിഭാഗവും ഉപഗ്രൂപ്പീസം ഉണ്ടാക്കുന്ന വിഭാഗങ്ങളെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിലേക്കും സലാഹിലേക്കും യഥാർത്ഥത്തിലേക്കും അവരെ മടക്കട്ടെ എന്ന് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദില്ല ശിർക്കുൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ മൻ അറാദ وأراد الإسلام والمسلمين وأراد بلاد الحرمين وأراد حكام وعلماء بلاد الحرمين سوءا اللهم فأشغله في نفسي اللهم اجعل تدميره يا حي يا قيوم. اللهم ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ഞങ്ങളുടെ ഇടയിൽ പ്രയാസമുള്ളവരുടെ എല്ലാം പ്രയാസത്തെ നീ ദൂരപ്പെടുത്തണേ രക്ഷിതാവേ. കഷ്ടതകളുള്ളവരുടെ കഷ്ടതയെ ദൂരപ്പെടുത്തണേ രക്ഷിതാവേ. ഞങ്ങളുടെ ഇടയിൽ നിന്നിട്ട് പലരും രോഗമുള്ളവർ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് അറിയുന്ന റബ്ബേ, രോഗമുള്ളവരുടെ രോഗത്തെ നീ സുഖപ്പെടുത്തണേ രക്ഷിതാവേ. അല്ലാഹുമ്മ അദ്ഹിബ് ബഅസ റബ്ബന്നാസ് ഇശ്ഫി അൻത ശാഫ് ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. അപ്രകാരം തന്നെ ഞങ്ങളുടെ ഇടയിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണേ രക്ഷിതാവേ. അവരുടെ ഖബറുകളിൽ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റണേ രക്ഷിതാവേ. അവരോടൊപ്പം ഞങ്ങളെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ രക്ഷിതാവേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.